ബി.ജെ.പിക്ക് ക്രൈസ്തവ സമൂഹത്തോടുള്ള സ്നേഹം വെറും കാപട്യമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ക്രൈസ്തവരുടെ ഏറ്റവും സവിശേഷ ദിനമായ തിരുപ്പിറവി ദിനമായ ക്രിസ്തുമസ് ആയിരുന്നു. രാജ്യമെമ്പാടും ലോകമെമ്പാടും ക്രൈസ്തവ സമൂഹം ക്രിസ്മസ് ആഘോഷപൂർവ്വം കൊണ്ടാടി. എന്നാൽ ഇന്ത്യയിലെ ക്രൈസ്തവരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് പുറത്തു വരുന്ന വാർത്തകൾ അങ്ങേയറ്റം വേദനാജനകമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒക്കെ പ്രതീകമായ ക്രിസ്തുമസ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് വലിയൊരു വേദനയുടെ ആഘോഷമായിട്ട് ഇത്തവണ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിന്റെ കാരണം രാജ്യത്തെ ബി.ജെ.പി. ഭരിക്കുന്ന മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവ വിഭാഗങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അതിക്രൂരമായ പീഡനങ്ങൾക്ക് അതിക്രമങ്ങൾക്ക് വിധേയമാവുകയാണ്. ഈ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യം അവകാശമെല്ലാം ഹനിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. മധ്യപ്രദേശിൽ 2 ഇടങ്ങളിലാണ് ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഈ വലതുപക്ഷ ഹൈന്ദവ സംഘടനകളുടെ ആക്രമണങ്ങൾ ഉണ്ടായത്. അതിൽ ബി.ജെ.പിയുടെ സംസ്ഥാനങ്ങളിലെ പ്രമുഖ നേതാക്കളുണ്ട്, ബജ്രംഗ് ദൾ പ്രവർത്തകരുണ്ട്, മറ്റ് സംഘപരിവാർ സംഘടനകളെല്ലാം തന്നെ ഒറ്റക്കെട്ടായിട്ടിറങ്ങി ക്രൈസ്തവരെ ആക്രമിക്കുന്ന, അവരെ അധിക്ഷേപിക്കുന്ന, അവഹേളിക്കുന്ന ഒരു നടപടിയാണ്. അവരുടെ ഈ ക്രിസ്തുമസ് ആഘോഷങ്ങളെ തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങളാണ് നമ്മൾ കണ്ടത്. മധ്യപ്രദേശിൽ അന്ധയായ ഒരു യുവതി അവിടെ ജബൽപൂരിലെ ഒരു പള്ളിയിൽ കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്കായിട്ട് എത്തിയപ്പോൾ അവിടുത്തെ ബി.ജെ.പിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അഞ്ജു ഭാർഗവ അന്ധയായ ആ യുവതിയെ ആക്രമിക്കുകയും അവർക്കെതിരെ അസഭ്യവർഷം ചൊരിയുകയും ചെയ്യുന്ന ഒരു കാഴ്ച വീഡിയോ ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളെല്ലാം ദൃശ്യമാകുന്നുണ്ട്. അത് മനുഷ്യ മനസാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്ന കാഴ്ചകളാണ് ആ ദൃശ്യങ്ങളിൽ ഉള്ളത്. ഒപ്പം തന്നെ ഒഡീഷയിലെ പലയിടങ്ങളിലും ഈ പറയുന്ന പോലെ സാന്താക്ലോസിന്റെ വേഷവും തൊപ്പിയും ഒക്കെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന വഴിയോര കച്ചവടക്കാരെ ശ്രീരാമസേനയുടെയും BHPയുടെയും ഒക്കെ തന്നെ ആളുകൾ വന്ന് വിരട്ടി ഓടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ ആക്രമിച്ചത്. കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ അവിടെ ഒരു മാളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കായിട്ട് അലങ്കരിച്ചു വെച്ചിരുന്ന എല്ലാ അലങ്കാരങ്ങളും തല്ലി തകർക്കുന്ന സാന്താക്ലോസിനെ ഉൾപ്പെടെ മറിച്ചിട്ട് അതിന് തീയിടുന്ന ഒരു കാഴ്ച കണ്ടു. കൂടാതെ ഡൽഹിയിൽ ഈ പറയുന്ന പോലെ സാന്താക്ലോസിന് തൊപ്പി വെച്ച് തെരുവിലിറങ്ങിയ സ്ത്രീകളെ ഈ പറയുന്ന ഹിന്ദു സംഘടനാ നേതാക്കളൊക്കെ തന്നെ ഈ ഭീഷണിപ്പെടുത്തി ഓടിച്ചു വിടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത്തരത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ സമൂഹം വലിയ രീതിയിലുള്ള ഭീഷണികൾ അതിക്രമങ്ങളൊക്കെ തന്നെ നേരിടുന്നു. അവർക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമായ ക്രിസ്തുമസ് ആഘോഷിക്കാൻ അവകാശമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷ ഈ പറയുന്ന സംഘപരിവാർ സംഘടനകൾ പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. നമുക്കറിയാം ഉത്തർപ്രദേശിൽ അവിടെ ക്രിസ്തുമസ് ദിനത്തിലുള്ള അവധി പോലും എടുത്തു കളഞ്ഞുകൊണ്ട് മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ ഓർമ്മദിനം അനുസ്മരിക്കണം അല്ലെങ്കിൽ അത് ആഘോഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ഉത്തരവിറക്കിക്കൊണ്ട് സ്കൂളുകൾക്കെല്ലാം പ്രവൃത്തി ദിനമാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അവിടെ മറ്റു രീതിയിലുള്ള അതിക്രമങ്ങളും പല പള്ളികളിലും ഉണ്ടാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം ഉത്തർപ്രദേശ് ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ്. മറ്റ് വിശേഷണങ്ങളോ പരിചയപ്പെടുത്തലോ ഒന്നും ആവശ്യമില്ലാത്ത ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിദ്വേഷ നേതാക്കന്മാരിൽ ഒരാളാണ് ഈ പറയുന്ന യോഗി ആദിത്യനാഥ്. ഇന്നലെ ക്രിസ്തുമസ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ദേവാലയത്തിൽ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും അവിടെ അദ്ദേഹം പ്രാർത്ഥിക്കുകയും ഒക്കെ തന്നെ ചെയ്ത കാഴ്ചകൾ നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അവിടെ ബിഷപ്പുമാര് പ്രത്യേക പ്രാർത്ഥന നടത്തുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടു. അതൊക്കെ തന്നെ വെറും ഒരു കണ്ണിൽ പൊടിയിടാനുള്ള നീക്കം മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ പ്രധാനമന്ത്രി ഒരു ക്രിസ്തുമസ് ദിനത്തിൽ ഒരു ദേവാലയത്തിൽ പ്രത്യേക ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ തന്നെ ചെയ്യുമ്പോൾ അതേസമയം രാജ്യത്ത് എമ്പാടും ഈ ക്രൈസ്തവ സമൂഹം അവർക്ക് അവരുടെ ക്രിസ്തുമസ് ആഘോഷിക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവരും ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന ഹൈന്ദവ സംഘടനകൾ, തീവ്ര ഹൈന്ദവ സംഘടനകൾ, സംഘപരിവാർ സംഘടനകൾ എല്ലാം തന്നെ പറയുന്നത് ഹിന്ദു സംസ്കാരത്തിന്, ഭാരത സംസ്കാരത്തിന് അനുയോജ്യമായിട്ടുള്ള ആഘോഷങ്ങൾ മാത്രം ഇവിടെ മതി, അതുകൊണ്ട് ഈ ക്രിസ്തുമസിന്റെ ആഘോഷങ്ങളൊന്നും വേണ്ട, അത് പാശ്ചാത്യ സംസ്കാരമാണ്, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ആഘോഷങ്ങളെയും അലങ്കാരങ്ങളെയും എല്ലാം ഇല്ലായ്മ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഹരിദ്വാറിൽ അവർ പറയുന്നത് ഹിന്ദുക്കളുടെ പുണ്യഭൂമിയാണ്, അവിടെ ഹോട്ടലിൽ പോലും ഈ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ആഴ്ചയാണ് RSSന്റെ സർസംഘചാലകരായിട്ടുള്ള
മോഹൻ ഭാഗവത് ഒരു പ്രസ്താവന നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്, അതിന് ഭരണഘടനയുടെ അനുമതിയോ അനുവാദമോ ഒന്നും തന്നെ വേണ്ട. ഹിന്ദു സംസ്കാരം നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്, ഹിന്ദുക്കളാണ് ഇവിടെ ഭൂരിപക്ഷം എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒക്കെ തന്നെ നമ്മൾ കേട്ടതാണ്. അതൊക്കെയാണ് ഇത്തരത്തിലുള്ള സംഘപരിവാർ പ്രവർത്തകർക്ക്, അക്രമികൾക്ക് കൂടുതൽ പ്രചോദനമാകുന്നത്. അതേ പ്രസ്താവന തന്നെയാണ് ഈ പറയുന്ന അക്രമം നടത്തിയവരെല്ലാം തന്നെ ഉരുവിടുന്നത്. ശ്രീറാം, ജയ് ശ്രീറാം വിളികള്, ഹേറാം വിളികള്, ഹനുമാൻ വിളികളും ഒക്കെ തന്നെ, ഹനുമാൻ ചാലിസയൊക്കെ തന്നെ ചൊല്ലിക്കൊണ്ടാണ് അവര് ഈ പറയുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ മുടക്കുകയും ക്രിസ്ത്യാനികളെയും ക്രിസ്തു വിഭാഗങ്ങളെയും എല്ലാം തന്നെ അതിക്രമിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടത്. എന്തായാലും ഈ വിഷയത്തിൽ ഇതുവരെ പ്രധാനമന്ത്രി കമാ എന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. പല ക്രൈസ്തവ സംഘടനാ നേതാക്കളും സഭാ നേതാക്കളും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ അപലപിക്കുകയും ഇടപെടൽ വേണമെന്നൊക്കെ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇതുവരെ ഒരു അക്ഷരം പോലും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല. ഒരു അക്രമത്തെയും അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല, ഒരു അക്രമത്തെയും അദ്ദേഹം അപലപിച്ചിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. സമാനമായ നിലപാടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായും സ്വീകരിച്ചിട്ടുള്ളത്. ഈ പറയുന്ന പ്രശ്നങ്ങൾ നടന്ന, അതിക്രമങ്ങൾ നടന്ന സംസ്ഥാനങ്ങളിൽ ഒരിടത്ത് പോലും ഈ അക്രമികൾക്കെതിരെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലയിടങ്ങളിലും നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുന്നത്. ആ വിഷയത്തിൽ ഈ പറയുന്ന പള്ളികൾക്കെതിരെയും അല്ലെങ്കിൽ പള്ളികളിലെ ആളുകൾക്കെതിരെയും ഒക്കെ തന്നെ നിർബന്ധിത മതപരിവർത്തനം എന്ന കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുക്കുന്ന സാഹചര്യം പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വിഷയത്തില് സംസ്ഥാനത്തെ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് 140 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട്, അതിൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ അത് BJP ഒന്നടങ്കം കുറ്റപ്പെടുത്തുന്നതിന്റെ കാര്യം എന്താണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ചില ഭട്ടന്മാരാണ് ഇതൊക്കെ നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യമാണ്, ഇതൊക്കെ തന്നെ ഭട്ടന്മാർക്ക് മാത്രമേ നടത്താൻ കഴിയൂ. അതായത് മതഭ്രാന്തന്മാരാണ്. വർഗീയതയും മതഭ്രാന്തും തലയിൽ കയറി വട്ടുപിടിച്ച സംഘപരിവാറുകാരും BJP നേതാക്കളും BJPയുടെ പ്രവർത്തകരും ഒക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ രാജ്യത്തെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ക്രൈസ്തവ സമൂഹത്തിനെതിരായിട്ടുള്ള അതിക്രമം മാത്രമായിട്ട് നമുക്ക് ചൂണ്ടിക്കാട്ടാനാകില്ല. ഇന്ത്യയുടെ മതേതരത്വത്തിനെതിരായിട്ടുള്ള, ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്കെതിരായിട്ടുള്ള അതിക്രമമായിട്ട് വേണം കാണേണ്ടത്. എന്തായാലും ക്രൈസ്തവ സമൂഹം ഇതിൽ നിന്നും കൂടുതൽ പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ അവര് ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്താനായിട്ട് പല നടപടികളും നീക്കങ്ങളും നടത്തുന്നുണ്ട്. അതൊക്കെ തന്നെ വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്നേഹമോ ഒന്നും തന്നെ ക്രൈസ്തവ സമൂഹത്തോട് ഉണ്ടായിട്ടല്ല അവര് ക്രൈസ്തവ സമൂഹങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള നീക്കങ്ങൾ. ഈ ക്രിസ്തുമസും ഈസ്റ്ററും ഒക്കെ ആകുമ്പോൾ കേക്കും വീഞ്ഞുമായിട്ടൊക്കെ തന്നെ ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കയറി ചെല്ലുന്നത്, മറിച്ച് അവരുടെ വോട്ട് വാങ്ങിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ ജയിക്കുക എന്നതാണ്. കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാരാണ് ഉള്ളത്. ഒന്ന് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തന്നെയുള്ള, ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ജോർജ് കുര്യനാണ്. അദ്ദേഹം ഇതുവരെ ഒരക്ഷരം തന്റെ സമുദായത്തിലുള്ളവർ, തന്റെ മതത്തിൽപ്പെട്ടവർ രാജ്യത്തെമ്പാടും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നേരിടുമ്പോൾ ഒരു വാക്കുപോലും അദ്ദേഹം മിണ്ടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. മറ്റൊരു വ്യക്തി സുരേഷ് ഗോപിയാണ്, തൃശ്ശൂരിൽ നിന്നുള്ള പാർലമെന്റ് അംഗം, കേന്ദ്ര സഹമന്ത്രിയാണ് അദ്ദേഹം. തൃശ്ശൂരിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് മേടിച്ച് അവരെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പല മാജിക്കുകളും കാണിച്ച്, ഗിമ്മിക്കുകളും കാണിച്ച് അവരെയൊക്കെ തന്നെ തനിക്ക് അനുകൂലമാക്കി അവരുടെയൊക്കെ തന്നെ വോട്ട് മേടിച്ച് ജയിച്ചു പോയ ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. അദ്ദേഹവും ഇതുവരെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ BJPയുടെ സംഘപരിവാറിന്റെ ഒരു കാലങ്ങളായിട്ടുള്ള അവരുടെ അജണ്ടയാണ്. അത് ഓരോ സംസ്ഥാനങ്ങളിലും അവർ നടപ്പിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഏതെങ്കിലും ഒരു നേതാവ് ആത്മാർത്ഥമായിട്ട് ഈ അതിക്രമങ്ങളെ തള്ളിപ്പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അത് നമുക്ക് പ്രധാനമന്ത്രിയുടെ ഈ നിലപാടിൽ തന്നെ കാണാൻ കഴിയുന്നതാണ്. പ്രധാനമന്ത്രിയോ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ ഇതുവരെ ഈ പല സംസ്ഥാനങ്ങളിൽ നടന്ന ഇത്രയധികം അക്രമങ്ങൾ നടന്നിട്ടും ഏതെങ്കിലും ഒരു അക്രമത്തെ പോലും തള്ളിപ്പറയുകയോ അപലപിക്കുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം എന്നൊരു നിർദ്ദേശം പോലും കൊടുത്തിട്ടില്ല എന്നത് അത്യന്തം ഖേദകരമായ ഒരു കാര്യമാണ്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ വാക്യം നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു ന്യായീകരണം നമുക്ക് ഒന്നുകൂടി ആവർത്തിക്കാം. അത് ഇവന്മാരൊക്കെ തന്നെ മുഴുവട്ടന്മാരാണ്.